തേയിലത്തോട്ടങ്ങളെ പുതച്ചു നിൽക്കുന്ന വെളുത്ത മഞ്ഞിൻ പുതപ്പിനെ കീറിമുറിച്ചുകൊണ്ട് സൂര്യരശ്മികൾ ബംഗ്ലാവിന്റെ ജനൽപ്പാളികളിലേക്ക് അരിച്ചിറങ്ങി. നന്ദ നേരത്തെ തന്നെ എഴുന്നേറ്റിരുന്നു. തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ ഒരു കട്ടിയുള്ള സ്വെറ്റർ ധരിച്ച് അവൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. കയ്യിലുണ്ടായിരുന്ന ഡയറിയിൽ പതുക്കെ എന്തോ കുറിച്ചുകൊണ്ടിരിക്കെയാണ് താഴെ തോട്ടത്തിൽ ഗൗതം നടക്കുന്നത് അവൾ കണ്ടത്. ഒരു ട്രാക്ക് പാന്റും ടീഷർട്ടും ധരിച്ച് കൈകൾ പോക്കറ്റിൽ തിരുകി മഞ്ഞു ആസ്വദിച്ചു നടക്കുകയാണ് അവൻ. നന്ദയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആരും കാണാതെ അവനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കാര്യമാണ്. പെട്ടെന്ന് ഗൗതം തലയുയർത്തി നോക്കി. ബാൽക്കണിയിൽ നിൽക്കുന്ന നന്ദയെ കണ്ടതും അവൻ കൈവീശി. എന്താ നന്ദൂട്ടി, ഇത്ര നേരത്തെ എഴുന്നേറ്റോ? താഴേക്ക് വാ, നമുക്കൊന്നു നടക്കാം. നന്ദയ്ക്ക് സന്തോഷം അടക്കാനായില്ല. അവൾ വേഗം താഴേക്ക് ഓടി. ബംഗ്ലാവിന്റെ വലിയ മരവാതിൽ തുറന്നു പുറത്തിറങ്ങിയപ്പോൾ തണുത്ത കാറ്റ് അവളെ ആകെ തഴുകി കടന്നുപോയി. നല്ല തണുപ്പുണ്ടല്ലേ ഏട്ടാ? നന്ദ തോളുകൾ ചുരുക്കി ചോദിച്ചു. പിന്നല്ലാതെ. ഇതാണ് വേനാട്. ഇവിടെ ഈ പ്രഭാതത്തിൽ നടക്കുന്നത് മനസ്സിന് വലിയൊരു ഉന്മേഷമാണ്. ഗൗതം അവളോടൊപ്പം തോട്ടത്തിലൂടെ നടന്നു. പച്ചിലകളിൽ തങ്ങിനിൽക്കുന്ന മഞ്ഞുതുള്ളികൾ അവളുടെ കാലുകളിൽ തട്ടിച്ചിതറുന്നുണ്ടായിരുന്നു. അവർ സംസാരം പതുക്കെ അവരുടെ പുതിയ പ്രോജക്റ്റിലേക്ക് തിരിഞ്ഞു. നന്ദ, ഈ റിസോർട്ടിന്റെ എൻട്രൻസിൽ ഒരു വലിയ നാടൻ ശൈലിയിലുള്ള പടിപ്പുര വെച്ചാൽ എങ്ങനെയുണ്ടാകും? മോഡേൺ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും വരുന്നവർക്ക് ആ പഴയ കേരളീയ തറവാടിന്റെ ഫീൽ കിട്ടണം. അത് സൂപ്പർ ഐഡിയ ആണ് ഏട്ടാ. നമുക്ക് അവിടെ കുറച്ച് കരിങ്കല്ല് വർക്കുകൾ കൂടി ചെയ്താൽ കൂടുതൽ ഭംഗിയുണ്ടാകും. നന്ദ തന്റെ ഐഡിയകൾ ആവേശത്തോടെ പങ്കുവച്ചു. ജോലിക്കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്കിടയിലുള്ള ആ ദൂരം ഇല്ലാതാകുന്നത് പോലെ അവൾക്ക് തോന്നി. തിരിച്ച് ബംഗ്ലാവിൽ എത്തിയപ്പോഴേക്കും എല്ലാവരും ഉണർന്നിരുന്നു. അടുക്കളയിൽ മീരയും ജോലിക്കാരി ശ്രീദേവിയും ചേർന്ന് പ്രഭാതഭക്ഷണം ഒരുക്കുന്ന തിരക്കിലാണ്. പുട്ടും കടലക്കറിയും മണം ഹാളിൽ ആകെ പടർന്നു. അപ്പൂ, വാടാ കുളിക്കണ്ടേ? മീര അപ്പുവിനെ പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ സിദ്ധാർത്ഥിന്റെ ബാഗിന് ചുറ്റും കറങ്ങുകയാണ്. സിദ്ധാർത്ഥ് തന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിവന്നു. പതിവുപോലെ ഗൗരവത്തിലാണ്. നീല ഷർട്ടും കറുത്ത പാൻസും ആണ് വേഷം. അവൻ ഡൈനിങ് ടേബിളിന് അരികിലേക്ക് വന്നിരുന്നുവ. അർജുൻ, ഇന്ന് 10 മണിക്ക് ലാൻഡ് ഓഫീസിലെ ആ ഉദ്യോഗസ്ഥൻ വരും. നമുക്ക് പോയി കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. സിദ്ധാർത്ഥിന്റെ ശബ്ദത്തിൽ ആ പ്രൊഫഷണൽ ഗൗരവം അപ്പോഴും ഉണ്ടായിരുന്നു. ശരി സിദ്ധു, ഞാൻ റെഡിയാണ്. ഗൗതമും നന്ദയും കൂടി ആ സൈറ്റിലെ ലേബർ ക്യാമ്പ് ഒന്ന് സന്ദർശിക്കണം. അർജുൻ നിർദ്ദേശിച്ചു. പ്രഭാതഭക്ഷണം കഴിഞ്ഞ് അവർ സൈറ്റിലേക്ക് തിരിച്ചു. നന്ദയും നേനയും അർജുന്റെ ജീപ്പിലായിരുന്നു യാത്ര. വയനാടൻ ചുരങ്ങളിലൂടെയുള്ള ആ യാത്രയിൽ കാടിന്റെ മണവും തണുപ്പും ആവോളം ആസ്വദിച്ചു. സൈറ്റിലെത്തിയപ്പോൾ അവിടെ പണി തകൃതിയായി നടക്കുകയാണ്. വലിയ മണ്ണുമാന്തി യന്ത്രങ്ങളും തൊഴിലാളികളുടെ ബഹളവും. ഗൗതം ഓരോ സ്ഥലത്തും പോയി കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചു. നന്ദ പതുക്കെ തന്റെ ക്യാമറയിൽ സൈറ്റിന്റെ വിവിധ ആംഗിളുകൾ പകർത്തിക്കൊണ്ടിരുന്നു. ഉച്ചസമയമായപ്പോഴേക്കും വെയിൽ കടുത്തു തുടങ്ങിയിരുന്നു. അവർ സൈറ്റിന് അടുത്തുള്ള ഒരു ചെറിയ പാറപ്പുറത്ത് ഇരുന്നു. അവിടെ നിന്നും താഴെയുള്ള പുഴയുടെ മനോഹരമായ കാഴ്ച കാണാമായിരുന്നു. നന്ദൂട്ടി, നിനക്ക് ബിസിനസ് ഇഷ്ടമാണോ അതോ ഈ ആർക്കിടെക്ചർ ആണോ കൂടുതൽ താൽപര്യം? ഗൗതം പതുക്കെ ചോദിച്ചു. നന്ദ കുറച്ചു നേരം ആലോചിച്ചു. എനിക്ക് ബിസിനസ് ഇഷ്ടമാണ് ഏട്ടാ. പക്ഷേ പുതിയ എന്തെങ്കിലും ഡിസൈൻ ചെയ്യുന്നതിലാണ് ഞാൻ കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നത്. അത് ഏട്ടന്റെ കൂടെയാകുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമുണ്ട്. നന്ദ അത് പറഞ്ഞപ്പോൾ ഗൗതം അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ നോട്ടത്തിൽ എന്തോ ഒന്ന് തിരയുന്നത് പോലെ അവൾക്ക് തോന്നി. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവൻ ഒരു തമാശ പറഞ്ഞ് ആ അന്തരീക്ഷത്തെ ലഘൂകരിച്ചു. തിരിച്ച് ബംഗ്ലാവിൽ എത്തിയപ്പോൾ സന്ധ്യയായിരുന്നു. സിദ്ധാർത്ഥ് ഹാളിൽ തനിച്ചിരുന്ന് എന്തോ മെയിൽ നോക്കുകയായിരുന്നു. നന്ദ അകത്തേക്ക് കയറി വരുമ്പോൾ അവൻ തലയുയർത്തി നോക്കി. നന്ദ, ഇന്ന് സൈറ്റിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ലല്ലോ? അവൻ ശാന്തമായി ചോദിച്ചു. ഇല്ല സിദ്ധുവേട്ടാ, എല്ലാം കറക്റ്റ് ആയി നടക്കുന്നുണ്ട്. നല്ലത്. ഗൗതം പാവമാണ്. ചിലപ്പോൾ അവൻ വൈകാരികമായി തീരുമാനങ്ങൾ എടുക്കും. ബിസിനസ്സിൽ നീ നിന്റെ ബുദ്ധി കൂടി ഉപയോഗിക്കണം. സിദ്ധാർത്ഥ് ഇത് പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക കരുതൽ ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥ് തന്റെ പ്രണയം അറിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ആരോടും പറയില്ലെന്ന ഒരു വിശ്വാസം ഇപ്പോൾ നന്ദയിൽ വളർന്നിട്ടുണ്ട്. രാത്രി ഭക്ഷണത്തിനു ശേഷം എല്ലാവരും മുറ്റത്ത് ഒരു ചെറിയ ബോണഫെയർ ഷവണടധവഭവ് ഒരുക്കി. തീയുണ്ടാക്കുന്ന ചൂടിനു ചുറ്റും അവർ വട്ടം ഇരുന്നു. അർജുൻ പഴയ കോളേജ് കഥകൾ പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിച്ചു. ഗൗതം ഗിറ്റാറിൽ ഒരു പഴയ മലയാളം ഗാനം പതുക്കെ വായിക്കാൻ തുടങ്ങി. ആ തണുത്ത രാത്രിയിൽ തീയുണ്ടാക്കുന്ന പ്രകാശത്തിൽ ഗൗതമിന്റെ മുഖം നന്ദയ്ക്ക് കൂടുതൽ മനോഹരമായി തോന്നി. അവൻ പാടുന്നത് തനിക്ക് വേണ്ടിയാണെന്ന് അവൾ വെറുതെ മോഹിച്ചു. പതുക്കെ പാട്ട് അവസാനിച്ചപ്പോൾ ഗൗതം നന്ദയെ നോക്കി കണ്ണുചിമ്മി. എങ്ങനെയുണ്ട് നന്ദൂട്ടി? സൂപ്പർ ഏട്ടാ. ഏട്ടൻ ഇത്ര നന്നായി പാടുമെന്ന് ഞാൻ കരുതിയില്ല. അവളുടെ കണ്ണുകൾ ഗൗതമിലായിരുന്നു. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ നയന ഇതിനകം ഉറങ്ങിയിരുന്നു. നന്ദ ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി.
ഗൗതമിനോടൊപ്പം ഓരോ ദിവസവും ചിലവഴിക്കുന്നത് തന്റെ പ്രണയം വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായി. വയനാട്ടിലെ ആ രാത്രി പാതി പിന്നിട്ടിരിക്കുന്നു. മുറ്റത്തെ ആളിപ്പടർന്ന തീ അണഞ്ഞു തുടങ്ങിയിരുന്നു. എല്ലാവരും ഉറക്കത്തിലേക്ക് വഴുതി വീണെങ്കിലും നന്ദയ്ക്ക് മാത്രം ഉറക്കം വന്നില്ല. അവൾ ബ്ലാങ്കറ്റ് പുതച്ച് ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി നിന്നു. കാടിന്റെ മണമുള്ള കാറ്റ് മുറിക്കുള്ളിലേക്ക് അരിച്ചുകയറുന്നുണ്ട്. ഓരോ നിമിഷവും ഗൗതമിനോടുള്ള തന്റെ ഇഷ്ടം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം വളരുന്നത് നന്ദ ഭയത്തോടെയാണ് തിരിച്ചറിഞ്ഞത്. അടുത്ത ദിവസം രാവിലെ കനത്ത മഴ പെയ്യാൻ തുടങ്ങി. സൈറ്റിലേക്ക് പോകാൻ കഴിയാത്ത വിധം ആകാശം ഇരുണ്ടുകൂടി. തേയിലത്തോട്ടങ്ങൾ മഞ്ഞിലും മഴയിലും മുങ്ങിപ്പോയി. ബംഗ്ലാവിനുള്ളിൽ എല്ലാവരും ഒതുങ്ങിക്കൂടി. നേനയും അപ്പുക്കുട്ടനും ഹാളിൽ ലുഡോ കളിക്കുന്ന തിരക്കിലാണ്. അർജുനും മീരയും ഫോണിൽ എന്തോ നോക്കിയിരിക്കുന്നു. നോക്കിച്ചിരിക്കുന്നു. നന്ദ തന്റെ ലാപ്ടോപ്പുമായി ഹാളിന്റെ ഒരു മൂലയിലിരുന്നു റിസോർട്ടിന്റെ പുതിയ സ്കെച്ചുകൾ നോക്കുകയായിരുന്നു. പെട്ടെന്നാണ് സിദ്ധാർത്ഥ് അവിടേക്ക് വന്നത്. ഒരു കറുത്ത ടർട്ടിൽ നെക്ക് സ്വെറ്ററും ഗ്ലാസും ധരിച്ച് അവൻ വല്ലാത്തൊരു ഗാംഭീര്യത്തോടെ അവളുടെ അടുത്തുള്ള കസേരയിൽ ഇരുന്നു. നന്ദ, ആ ഈസ്റ്റ് വിങ്ങിന്റെ ഡിസൈൻ ഒന്ന് കാണിച്ചേ, സിദ്ധാർത്ഥ് ശാന്തമായി ചോദിച്ചു. നന്ദ വിറയലോടെ ലാപ്ടോപ്പ് അവന്റെ നേർക്ക് തിരിച്ചു. സിദ്ധാർത്ഥ് വളരെ ശ്രദ്ധയോടെ ഓരോ ലൈനുകളും പരിശോധിച്ചു. അവന്റെ വിരലുകൾ സ്ക്രീനിൽ ചലിക്കുമ്പോൾ നന്ദ ശ്വാസമടക്കി പിടിച്ചുനിന്നു. കൊള്ളാം. നിന്റെ ഐഡിയകൾക്ക് നല്ലൊരു പുതുമയുണ്ട്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി നാച്ചുറൽ ലൈറ്റിംഗ് കൊണ്ടുവരാൻ നോക്കണം. സിദ്ധാർത്ഥ് അവളോട് സംസാരിക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ പഴയ ആ കാർക്കശ്യമില്ല എന്നത് അവളെ ആശ്വസിപ്പിച്ചു. ശരി സിദ്ധുവേട്ടാ, ഞാൻ അത് മാറ്റം വരുത്താം. അന്നേരം ഗൗതം അവിടേക്ക് കയറി വന്നു. എന്താ രണ്ടാളും കൂടി വലിയ ചർച്ചയിലാണല്ലോ. സിദ്ധു, നന്ദൂട്ടിയെ വല്ലാതെ കഷ്ടപ്പെടുത്തല്ലേ, അവൾക്ക് വയനാട് ആസ്വദിക്കാൻ കൂടി സമയം കൊടുക്ക്. ഗൗതം ചിരിച്ചുകൊണ്ട് നന്ദയുടെ തലയിൽ തലോടി. സിദ്ധാർത്ഥ് ഗൗതമിനെ ഒന്നു നോക്കി. എന്നിട്ട് പതുക്കെ എഴുന്നേറ്റു. ബിസിനസ്സും വിനോദവും വേർതിരിക്കാൻ പഠിക്കണം ഗൗതം. നന്ദയ്ക്ക് അതിനുള്ള കഴിവുണ്ട്. സിദ്ധാർത്ഥ് അത്രയും പറഞ്ഞ് തന്റെ മുറിയിലേക്ക് നടന്നു. ഗൗതം നന്ദയുടെ അരികിലിരുന്നു. സിദ്ധു പഴയതുപോലെയല്ല അല്ലേ നന്ദ? അവൻ നിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് അത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നന്ദ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. സിദ്ധാർത്ഥിന്റെ ആ മൗനത്തിന് പിന്നിൽ എന്താണെന്ന് തനിക്ക് മാത്രമേ അറിയാവൂ എന്ന് അവൾ ഉള്ളിൽ ഓർത്തു. ഉച്ചകഴിഞ്ഞ് മഴ അല്പം കുറഞ്ഞപ്പോൾ എല്ലാവരും കൂടി പുറത്തെ വരാന്തയിൽ ചായ കുടിക്കാൻ ഇരുന്നു. ചൂടുള്ള ചായയും മുളക് ബജിയും മഴയ്ക്ക് മികച്ച കൂട്ടായിരുന്നു. നന്ദ, നിന്റെ ആ പഴയ ഡയറി ഉണ്ടല്ലോ, അത് ഞാൻ ഇന്നലെ നിന്റെ ബാഗിന്റെ അടുത്ത് കണ്ടു. നീ ഇപ്പോഴും അതിൽ കവിതകൾ എഴുതാറുണ്ടോ? നേന പെട്ടെന്ന് ചോദിച്ചു. നന്ദയുടെ കയ്യിലിരുന്ന ചായക്കപ്പ് ഒന്നു വിറച്ചു. ഹൃദയം പടപടാ മിടിക്കാൻ തുടങ്ങി. ഗൗതം തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. സിദ്ധാർത്ഥിന്റെ ശ്രദ്ധയും അവളിലേക്കായി. അത് പഴയ ഡയറി അല്ലേ നേന? ഞാൻ ഇപ്പോൾ അതിൽ ഒന്നും എഴുതാറില്ല, നന്ദ പരിഭ്രമം മറച്ചുവെച്ചു പറഞ്ഞു. സത്യമാണോ? ഞാൻ അത് ഒന്ന് എടുത്തു നോക്കട്ടെ. നേന എഴുന്നേറ്റു. നേന, വേണ്ട. നന്ദ അറിയാതെ ഉറക്കെ പറഞ്ഞുപോയി. എല്ലാവരും അത്ഭുതത്തോടെ അവളെ നോക്കി. ഗൗതം നെറ്റിച്ചുളിച്ചു. എന്താ നന്ദ ഇത്ര വലിയ രഹസ്യം? അതിൽ ആർക്കെങ്കിലും പ്രണയലേഖനം എഴുതി വെച്ചിട്ടുണ്ടോ? അർജുൻ കളിയായി ചോദിച്ചു. നന്ദയുടെ മുഖം ചുവന്നു തുടുത്തു. അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. സിദ്ധാർത്ഥ് ഉടനെ ഇടപെട്ടു. അർജുൻ, ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇങ്ങനെ ശല്യം ചെയ്യുന്നത് ശരിയല്ല നന്ദ, നീ പോയി ആ റിപ്പോർട്ട് ഫിനിഷ് ചെയ്യാൻ നോക്ക്. സിദ്ധാർത്ഥിന്റെ ആ ഇടപെടൽ നന്ദയ്ക്ക് വലിയൊരു ആശ്വാസമായി. അവൾ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് ഓടി. മുറിയിലെത്തി വാതിലടച്ചപ്പോൾ അവൾക്ക് ശ്വാസം നേരെ വീണു. ആ ഡയറി, അത് ആരെങ്കിലും കണ്ടാൽ തന്റെ ലോകം തന്നെ അവസാനിക്കും. അവൾ വേഗം ബാഗ് തുറന്ന് ആ ഡയറി എടുത്ത് തന്റെ മാറോട് ചേർത്തു പിടിച്ചു. വൈകുന്നേരം മഴ മാറി ആകാശം തെളിഞ്ഞു. മരങ്ങളിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഇറ്റുവീഴുന്ന ശബ്ദം മാത്രം. നന്ദ പതുക്കെ മുറ്റത്തേക്കിറങ്ങി പുൽത്തകിടിയിലൂടെ നടന്നു. ദൂരെ കാട്ടിൽ നിന്നും മയിലിന്റെ ശബ്ദം കേൾക്കാം. പെട്ടെന്ന് പിന്നിൽ ഒരാൾ നിൽക്കുന്നത് പോലെ തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോൾ ഗൗതമാണ്. അവൻ ഒരു ഷാൾ തോളിൽ പുതച്ചിട്ടുണ്ട്. നന്ദൂട്ടി, എന്തുപറ്റി? നീ ഇന്ന് ആകെ അസ്വസ്ഥയാണല്ലോ. നേന ഡയറിയുടെ കാര്യം പറഞ്ഞപ്പോൾ നീ എന്തിനാ അത്രക്ക് പേടിച്ചത്? ഗൗതം പതുക്കെ ചോദിച്ചു. അവന്റെ സ്വരത്തിൽ വല്ലാത്തൊരു ആർദ്രത ഉണ്ടായിരുന്നു. നന്ദ താഴേക്ക് നോക്കി നിന്നു. ഒന്നുമില്ല ഏട്ടാ. എനിക്ക് അത് ആരും കാണുന്നത് ഇഷ്ടമല്ല, അത്രയുള്ളൂ. ശരി. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ ആരും അത് കാണില്ല. അവനൊരു ചിരിയോടെ പറഞ്ഞു. നന്ദ ഗൗതമിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ തന്നോടുള്ള സ്നേഹവും കരുതലും മാത്രമേയുള്ളൂ. ഏട്ടാ, നമുക്ക് സൈറ്റിലേക്ക് പോകണ്ടേ? അവൾ വിഷയം മാറ്റി. ഗൗതം ഒന്ന് നെടുവീർപ്പിട്ടു. പോകണം. വാ.
അവർ സൈറ്റിലേക്ക് പോകുമ്പോൾ സിദ്ധാർത്ഥ് തന്റെ ലാൻഡ് റോവറിൽ അവർക്ക് മുന്നേ പോയിരുന്നു. സൈറ്റിലെത്തിയപ്പോൾ അവിടെ വലിയൊരു തർക്കം നടക്കുകയായിരുന്നു. റിസോർട്ടിന്റെ മെയിൻ ഹാളിന്റെ ഉയരത്തെ ചൊല്ലി അർജുനും കോൺട്രാക്ടറും തമ്മിലാണ് വാഗ്വാദം. സിദ്ധാർത്ഥ് അവിടെ മൗനമായി നിൽക്കുകയായിരുന്നു. നന്ദയും ഗൗതമും അങ്ങോട്ട് ചെന്നു. ഇത് ഇങ്ങനെ പറ്റില്ല അർജുൻ. ഹൈറ്റ് കൂട്ടിയാൽ സ്ട്രെച്ചർ വീക്ക് ആകും, കോൺട്രാക്ടർ വാദിച്ചു. നന്ദ പതുക്കെ തന്റെ കയ്യിലിരുന്ന പ്ലാൻ തുറന്നു. നമുക്ക് ഇവിടെ ഒരു ട്രസ് വർക്ക് ചെയ്താൽ ഹൈറ്റും കിട്ടും, സ്ട്രെച്ചറിന് കൂടുതൽ ബലവും ഉണ്ടാകും. ചെന്നൈയിലെ ഒരു പ്രോജക്റ്റിൽ നമ്മൾ ഇത് പരീക്ഷിച്ചതാണ്. എല്ലാവരും നന്ദയെ നോക്കി. സിദ്ധാർത്ഥിന്റെ മുഖത്ത് ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. നന്ദ പറഞ്ഞതാണ് ശരി. അർജുൻ, നമുക്ക് ആ ഡിസൈൻ ഫോളോ ചെയ്യാം. ഗൗതം നന്ദയുടെ തോളിൽ തട്ടി. സൂപ്പർ നന്ദൂട്ടി. നീ ശരിക്കും ഒരു പ്രൊഫഷണൽ ആയി മാറി. ഗൗതമിന്റെ ആ സ്പർശനം നന്ദയുടെ ഉള്ളിൽ 1000 പൂത്തിരികൾ കത്തിച്ചു. പക്ഷേ സിദ്ധാർത്ഥിന്റെ കണ്ണ് തന്നിലാണെന്ന് കണ്ടപ്പോൾ അവൾ പതുക്കെ അവന്റെ കൈമാറ്റി. രാത്രി ബംഗ്ലാവിൽ തിരിച്ചെത്തിയപ്പോൾ വല്ലാത്തൊരു തണുപ്പായിരുന്നു. എല്ലാവരും ഹാളിന് നടുവിലെ തീകായുന്ന സ്ഥലത്ത് ഒത്തുകൂടി. അപ്പുക്കുട്ടൻ ഗൗതമിന്റെ മടിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. സിദ്ധാർത്ഥ് ഒരു മൂലയിൽ ഇരുന്നു ഒരു പുസ്തകം വായിക്കുന്നുണ്ടായിരുന്നു. നന്ദ പതുക്കെ ചായയുമായി എല്ലാവർക്കും അടുത്തേക്ക് ചെന്നു. നന്ദ, നാളെ നമുക്ക് ആ കുന്നിൻ മുകളിലെ പഴയ അമ്പലം വരെ ഒന്ന് പോയാലോ? നല്ല വ്യൂ ആയിരിക്കും അവിടെ, നേന ചോദിച്ചു. പോകാം. എല്ലാവരും കൂടി പോകാം, മീര പറഞ്ഞു. നന്ദ ഗൗതമിനെ നോക്കി. ഗൗതം അവൾക്ക് ഒരു ചെറിയ ചിരി നൽകി. ആ ചിരിയിൽ അവളുടെ ലോകം മുഴുവൻ അടങ്ങിയിട്ടുണ്ടായിരുന്നു. കുന്നിൻ മുകളിലെ പഴയ അമ്പലത്തിലേക്കുള്ള യാത്രയ്ക്കായി എല്ലാവരും നേരത്തെ തന്നെ തയ്യാറായി. മഞ്ഞുമൂടിയ പാതകളിലൂടെ അർജുന്റെ ജീപ്പ് പതുക്കെ മലകേറി. ഡ്രൈവിംഗ് സീറ്റിൽ അർജുനും തൊട്ടടുത്ത് മീരയും അപ്പുക്കുട്ടനും ഇരുന്നു. പിന്നിലെ സീറ്റിൽ നന്ദയും നേനയും ഗൗതമും. സിദ്ധാർത്ഥ് തന്റെ സ്വന്തം കാറിലാണ് വന്നത്. നന്ദ പുറത്തേക്ക് നോക്കി. കോടമഞ്ഞ് കാടിനെ ആകെ മൂടിയിരിക്കുന്നു. ഇടയ്ക്ക് മരങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം അരിച്ചിറങ്ങുന്നത് കാണാം. ഗൗതമിന്റെ തോൾ തന്റെ തോളിൽ തട്ടുമ്പോഴെല്ലാം നന്ദയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർപ്പായുന്നുണ്ടായിരുന്നു. അമ്പലത്തിലെത്തിയപ്പോൾ അവിടെ വല്ലാത്തൊരു ശാന്തതയായിരുന്നു. വലിയ കൽവിളക്കുകളും കരിങ്കല്ലിൽ തീർത്ത വിഗ്രഹങ്ങളും ആ സ്ഥലത്തിന് ഒരു പുരാതന ഭംഗി നൽകി. പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ നന്ദ പതുക്കെ അമ്പലത്തിന് പിന്നിലെ വ്യൂ പോയിന്റിലേക്ക് നടന്നു. അങ്ങകലെ താഴ്വരയിൽ തേയിലത്തോട്ടങ്ങൾ പച്ചപ്പട്ടു വിരിച്ചതുപോലെ കിടക്കുന്നു. നന്ദയുടെ ശ്വാസം നിലച്ചുപോയി. അവൾ വിറയലോടെ താഴേക്ക് നോക്കി. തിരിച്ച് ബംഗ്ലാവിൽ എത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു. എല്ലാവരും തളർന്ന് വിശ്രമിക്കാൻ പോയി. നന്ദ ഹാളിലിരുന്ന് ഒരു ലേഔട്ട് പൂർത്തിയാക്കാൻ ശ്രമിക്കുകയായിരുന്നു. പെട്ടെന്ന് ഗൗതം അവിടേക്ക് വന്നു. അവന്റെ കൈയിൽ ഒരു ചെറിയ പൊതിയുണ്ടായിരുന്നു. നന്ദൂട്ടി, ഇത് നിനക്കുള്ളതാണ്. ഇന്നലെ ടൗണിൽ പോയപ്പോൾ കണ്ടതാ. ഗൗതം ആ പൊതി അവൾക്ക് നൽകി. അതൊരു മനോഹരമായ പെൻഡന്റ് ആയിരുന്നു, ഒരു ചെറിയ ഇലയുടെ രൂപത്തിലുള്ള സ്വർണ്ണ നിറത്തിലുള്ള ഒന്ന്. ഇത് എന്തിനാ ഏട്ടാ? നന്ദ അത്ഭുതത്തോടെ ചോദിച്ചു. നന്ദനം ഗ്രൂപ്പിന്റെ ആദ്യത്തെ വലിയ പ്രോജക്റ്റ് നീ ഇത്ര മനോഹരമായി ഹാൻഡിൽ ചെയ്യുന്നതിലുള്ള ഒരു ചെറിയ ഗിഫ്റ്റ്. നിനക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? ഗൗതം പ്രതീക്ഷയോടെ അവളെ നോക്കി. ഒരുപാട് ഇഷ്ടപ്പെട്ടു ഏട്ടാ. നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞു. ഗൗതം അത് അവളുടെ കഴുത്തിൽ അണിയിക്കാൻ സഹായിച്ചു. അവന്റെ കൈവിരലുകൾ അവളുടെ കഴുത്തിൽ തട്ടിയപ്പോൾ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ആ നിമിഷം ലോകം നിശ്ചലമായതുപോലെ അവൾക്ക് തോന്നി. നന്ദൂട്ടി, നിന്റെ കണ്ണുകൾ എന്താ നിറയുന്നത്? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഗൗതം പരിഭ്രമത്തോടെ ചോദിച്ചു. ഇല്ല ഏട്ടാ. എനിക്ക് സന്തോഷം കൊണ്ടാണ്, നന്ദ പതുക്കെ പറഞ്ഞു. ഈ രംഗമെല്ലാം അപ്പുറത്തിരുന്ന് സിദ്ധാർത്ഥ് കാണുന്നുണ്ടായിരുന്നു. അവന്റെ മുഖത്ത് യാതൊരു ഭാവവുമില്ലായിരുന്നു. അവൻ പതുക്കെ തന്റെ ലാപ്ടോപ്പിലേക്ക് ശ്രദ്ധ തിരിച്ചു. അന്നേ രാത്രി കാറ്റും മഴയും കനത്തു. ബംഗ്ലാവിന്റെ ജനൽപ്പാളികൾ കാറ്റിൽ ആടിയുലഞ്ഞു. വൈദ്യുതി നിലച്ചതോടെ ബംഗ്ലാവ് ഇരുട്ടിലായി. മീരയും അർജുനും മെഴുകുതിരികൾ കത്തിച്ചുവെച്ചു. നന്ദ, നീ ആ ഫയലുകൾ എല്ലാം സേവ് ചെയ്തിരുന്നോ? അർജുൻ ചോദിച്ചു. ചെയ്തിട്ടുണ്ട് ഏട്ടാ. പക്ഷേ ലാപ്പിൽ ചാർജ് കുറവാണ്. എല്ലാവരും ഹാളിൽ ഒത്തുകൂടി. ആ ഇരുട്ടിൽ മെഴുകുതിരി വെളിച്ചത്തിൽ അവരുടെ നിഴലുകൾ ചുവരുകളിൽ നൃത്തം ചെയ്തു. അപ്പുക്കുട്ടൻ പേടിച്ച് മീരയുടെ മടിയിൽ ഇരുന്നു. നമുക്ക് ഒരു പാട്ട് പാടിയാലോ? നേന ചോദിച്ചു. വേണ്ട നേന. ഈ കാറ്റും മഴയും ആസ്വദിച്ചിരിക്കാം, ഗൗതം പറഞ്ഞു. അവൻ നന്ദയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഇരുന്നത്. ഇരുട്ടിൽ അവളുടെ കൈകൾ അറിയാതെ ഗൗതമിന്റെ കൈയിൽ തട്ടി. അവൾ കൈ മാറ്റാൻ നോക്കിയെങ്കിലും ഗൗതം അവളുടെ കൈ ചേർത്തുപിടിച്ചു. നന്ദ ഞെട്ടിപ്പോയി. ഗൗതം എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അവൾ ഇരുട്ടിൽ അവന്റെ മുഖത്തേക്ക് നോക്കാൻ ശ്രമിച്ചു. ഗൗതം ശാന്തനായി ഇരിക്കുകയാണ്. അവന്റെ ആ പിടിയിൽ ഒരു വല്ലാത്ത സുരക്ഷിതത്വം നന്ദ അനുഭവിച്ചു. ഒരുപക്ഷേ ഏട്ടൻ പേടികൊണ്ട് പിടിച്ചതാകാം എന്ന് അവൾ സ്വയം സമാധാനിച്ചു. എങ്കിലും ആ സ്പർശനം അവളുടെ ഹൃദയമിടിപ്പ് കൂട്ടി.
മെഴുകുതിരി വെളിച്ചം സിദ്ധാർത്ഥിന്റെ മുഖത്ത് വീഴുന്നുണ്ടായിരുന്നു. അവൻ അവരെ തന്നെ നോക്കിയിരിക്കുകയാണോ എന്ന് നന്ദ ഭയന്നു. പക്ഷേ അവൻ ദൂരേക്ക് നോക്കി എന്തോ ആലോചിക്കുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ മഴ മാറി. സൈറ്റിൽ പുതിയൊരു പ്രശ്നം ഉടലെടുത്തു. റിസോർട്ടിനായി ഉദ്ദേശിച്ച സ്ഥലത്തെ മണ്ണ് പരിശോധനയിൽ ചില തകരാറുകൾ കണ്ടെത്തി. കോൺട്രാക്ടർ കൈമലർത്തി. ഇവിടെ വലിയൊരു കെട്ടിടം പണിയുന്നത് റിസ്ക് ആണ്. ലാൻഡ് സ്ലൈഡിന് സാധ്യതയുണ്ട്, അയാൾ പറഞ്ഞു. അർജുനും ഗൗതമും ആകെ ടെൻഷനിലായി. പകുതി പണം ഇതിനോടകം ചിലവാക്കി കഴിഞ്ഞു. ഇനി എന്തു ചെയ്യും? നന്ദ പതുക്കെ സൈറ്റ് മാപ്പ് പരിശോധിച്ചു. നമുക്ക് ഈ മെയിൻ ബിൽഡിംഗ് കുറച്ചുകൂടി താഴേക്ക് മാറ്റിയാലോ? അവിടെ കരിങ്കല്ല് പാളികളാണ്. അവിടെ കൂടുതൽ ബലമുണ്ടാകും. സിദ്ധാർത്ഥ് അവളുടെ അടുത്തേക്ക് വന്നു. നന്ദ പറഞ്ഞത് ലോജിക്കലാണ്. ഗൗതം, നീ എഞ്ചിനീയറെ വിളിച്ച് അതൊന്നുകൂടി ചെക്ക് ചെയ്യിക്ക്. ജോലിക്കിടയിൽ എല്ലാവരും തിരക്കിലായപ്പോൾ നന്ദ തന്റെ മുറിയിൽ പോയി ഡയറി എടുത്തു. അതിൽ അവൾ കുറിച്ചു. നന്ദ എഴുതിക്കൊണ്ടിരിക്കെ മുറിയിലേക്ക് അപ്പുക്കുട്ടൻ ഓടിവന്നു. അവൻ അവളുടെ കയ്യിലിരുന്ന ഡയറി തട്ടിപ്പറിച്ചു വാങ്ങി ഹാളിലേക്ക് ഓടി. അപ്പൂ, അത് തരോ? അപ്പൂ. നന്ദ ആകെ പരിഭ്രമിച്ചു. അവൾ അവന്റെ പുറകെ ഓടി. ഹാളിൽ സിദ്ധാർത്ഥും ഗൗതമും എന്തോ ചർച്ച ചെയ്യുകയായിരുന്നു. അപ്പുക്കുട്ടൻ നേരെ ഗൗതമിന്റെ അടുത്തേക്ക് ചെന്ന് ഡയറി അവന്റെ മടിയിൽ ഇട്ടു. നന്ദയുടെ ഹൃദയം നിലച്ചുപോയി. അവളുടെ ലോകം നിശ്ചലമായി. ഗൗതം ആ ഡയറി എടുക്കാൻ തുടങ്ങുകയാണ്. തന്റെ എല്ലാ രഹസ്യങ്ങളും ഇപ്പോൾ പുറത്താകുമോ? നന്ദ അവിടെ തറഞ്ഞുനിന്നു. ഗൗതം ആ ഡയറി കൈയിലെടുത്തു. അവൻ അത് തുറക്കാൻ പോകുമ്പോൾ സിദ്ധാർത്ഥ് പെട്ടെന്ന് അത് ഗൗതമിന്റെ കൈയിൽ നിന്നും വാങ്ങി. അപ്പോ, വലിയവരുടെ സാധനങ്ങൾ ഇങ്ങനെ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലേ? സിദ്ധാർത്ഥ് ഗൗരവത്തിൽ പറഞ്ഞു. അവൻ നന്ദയെ ഒന്നു നോക്കി. എന്നിട്ട് ആ ഡയറി നന്ദയ്ക്ക് നേരെ നീട്ടി. നന്ദ വിറയലോടെ അത് വാങ്ങി. സിദ്ധാർത്ഥിന്റെ കണ്ണുകളിൽ ഒരു നിഗൂഢമായ ഭാവമുണ്ടായിരുന്നു. അവൻ അത് വായിച്ചോ? അതോ തന്നെ രക്ഷിച്ചതാണോ? അവൾക്ക് സിദ്ധുവിനെ നോക്കാൻ ഭയം തോന്നി.